കാരണം നമ്മുടെ കോഴ്സിൻ്റെ ഒരുപാട് പ്രത്യേകത NLP കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന പേര് NLP ഈസ് എൻ ഇമോഷണൽ സയൻസ് എന്നാണ്. ഇമോഷണൽ സയൻസ് എന്നാണ് പറയുക. അതായത് വൈകാരിക തല ശാസ്ത്രമാണിത്. വികാരങ്ങളെക്കുറിച്ചാണ് ഇതിൽ കംപ്ലീറ്റ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്, അല്ലാതെ ഇൻ്റലക്ച്വൽ ലെവലല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, NLP എന്നുള്ള വേർഡ് ഏതെങ്കിലും തരത്തിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് അല്ലാണ്ടൊക്കെ കേട്ടവർ കൈപോക്കുക. ഫുൾ ഫോമുകാർ അല്ലാത്തവർ ഒന്ന് രണ്ട് കുറഞ്ഞ പേരുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ന്യൂറോ എന്ന് നോക്കാം. 3 കൺസെപ്റ്റാണ് മെയിനായിട്ടുള്ളത്. കൺസെപ്റ്റ് എന്നുള്ള വാക്ക് തന്നെ ആക്ച്വലി തെറ്റാണ്. ഞാൻ പറഞ്ഞു NLP എന്ന് പറയുമ്പോൾ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആധികാരികതയിൽ നിങ്ങൾ NLP ഉൾക്കൊള്ളുകയാണെങ്കിൽ അവർ പറയുകയാണ് NLP ഈസ് എൻ ഇമോഷണൽ സയൻസ് എന്നാണ് പറയുക. വൈകാരിക തല ശാസ്ത്രമാണ്. വികാരങ്ങളെ പറ്റിയാണ് കംപ്ലീറ്റ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ NLP ഈസ് എൻ എക്സ്പീരിയൻഷ്യൽ സയൻസ്. ഇത് അനുഭവിക്കാനുള്ളതാണ്. ലോകത്ത് NLP നൽകിയ ഒരുപാട് സംഭാവനയിൽ ഒരു സംഭാവന 15ഓളം തത്വങ്ങളാണ് NLPക്കുള്ളത്. ബേസിക്കലി 15-ലധികം ഉണ്ട്. ബേസിക്കലി സബ്ബായിട്ട് വേറെയുണ്ട്. ബേസിക്കലി 15 പ്രിൻസിപ്പിളാണ്. അതിലൊന്നാണ് ലാംഗ്വേജ് ഈസ് നോട്ട് ദ എക്സ്പീരിയൻസ്. ഭാഷയല്ല അനുഭവം എന്നുള്ളത്. എക്സ്പീരിയൻസ് വേറെയാണ്, ഭാഷ എന്നുള്ളത് എക്സ്പീരിയൻസ്. നമ്മൾ ഐസ്ബർഗൊക്കെ കേട്ടില്ലേ? നമുക്കറിയില്ല, കടലിലുള്ള ഐസ്ബർഗ്, മഞ്ഞുമലകൾ, നമ്മുടെ ഹിമാലയ പർവ്വതത്തേക്കാൾ വലിയ മഞ്ഞുമലകൾ ഉണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ ടിപ്പ് മാത്രമാണ് ഭാഷ എന്നുള്ളത്. ലാംഗ്വേജ് ഈസ് നോട്ട് ദ എക്സ്പീരിയൻസ്. NLPയുടെ ഒരുപാട് സംഭാവനയിലൊരു സംഭാവനയാണ്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയുമ്പോഴെന്തും മനസ്സിലാവുള്ളൂ. NLPയുടെ ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിലൊരു പ്രത്യേകതയാണ് ഉദാഹരണങ്ങളിലൂടെയും ഉപമകളിലൂടെയാണ് ലൈഫിനെ നമുക്കത് വ്യക്തമാക്കി തരുന്നത്. ഫോർ എക്സാമ്പിൾ, ലവ് എന്ന വാക്ക് ലവ് ആണോ? ലവ് എന്ന വാക്ക്, ആ വാക്ക് ലവ് ആണോ അല്ലയോ? ലവ് എന്ന വാക്ക് ലവ് ആണോ? സാർ പേരെന്താ വിട്ടു കഴിഞ്ഞാൽ? സാർ പേര് മുജീബ് സാർ. ലവ് എന്ന വാക്ക് ലവ് ആണോ? രഞ്ജിത്തല്ലേ പേര് പറഞ്ഞ? രഞ്ജിത്ത് സാർ, ലവ് എന്ന വാക്ക് ലവ് ആണോ? യെസ് യെസ്. NLPയുടെ ഭാഷയിൽ ഇങ്ങനെ പറയാ, ലവ് എന്ന വാക്ക് ലവ് അല്ല. ഐ വിൽ ഗിവ് യു അനദർ എക്സാമ്പിൾ. ഒരാൾക്ക് ഇച്ചിരി കംഫർട്ടായ രീതിയിൽ മുന്നോട്ടിരിക്കുക, ഇച്ചിരി കൂടി മാക്സിമം അടുത്തടുത്ത് വരാണ്ടാവും. കാരണം കണ്ണിൽ നിന്ന് കണ്ണിലേക്ക് നോക്കിയിട്ടാണ് എൻ്റെ ക്ലാസ് ഉണ്ടാവുക. കാരണം കണ്ണിൽ നിന്ന് കണ്ണിലേക്ക് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എങ്കിൽ നേരെ അത് ഹൃദയത്തിലേക്കാണ് ഞാൻ പറയുന്ന ഓരോ സംഗതികളും അനുഭവമായിട്ടത് പുഷ്പീകരിക്കും. അത് ഞാൻ പറയാൻ പോകുന്നുള്ളൂ, പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ വന്നത് എന്തിനാ? ഞാൻ മിക്സായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ നിങ്ങൾ വന്നത് എന്ത് പഠിക്കാനാ? എന്ത് പഠിക്കാനാണ്? അത് ഏത് വിഷയം പഠിക്കാനാണ്? NLP അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം പഠിക്കാനാണ് നിങ്ങളിവിടെ വന്നതല്ലേ? സാർ പേര് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടി ചോദിക്കുക, കാരണം ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓർക്കാൻ പറ്റില്ലല്ലോ. സഹൽ, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അഥവാ NLP. ഇച്ചിരി അടുത്തിരിക്കാവോ ഒന്ന്? ഓക്കെ, NLP പഠിക്കാനാണ് നിങ്ങൾ വന്നത് എല്ലാവരും അല്ലേ? പക്ഷെ ഞാൻ പറയുന്നു, ഞാനിവിടെ എടുക്കാൻ പോകുന്ന ക്ലാസ് NLP അല്ല. NLP അല്ല ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്, മറിച്ച് ലൈഫാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ലൈഫ് ആസ് ഇറ്റ് ഈസ്. എന്താണോ ലൈഫിൻ്റെ ബേസിക് സ്ട്രക്ചർ, ബേസിക് ഘടന, അതാണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. എന്നാൽ ഞാൻ ഉപയോഗിക്കുന്ന ടൂള് എന്നുള്ളത് NLP ആണ്. ഐ എം യൂസിങ് ദ ടൂൾ. NLP ആസ് എ ടൂളായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ NLP ഒരു എക്സ്പീരിയൻഷ്യൽ സയൻസ് ആയതുകൊണ്ടും അതൊരു ഇമോഷണൽ സയൻസ് ആയതുകൊണ്ടും തന്നെ നമ്മുടെ കോഴ്സിന് ചില നിബന്ധനകളുണ്ട്, എങ്ങനെയാണ് ഈ കോഴ്സ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത്. മറ്റൊരു പ്രത്യേകത, NLP തെറാപ്യൂട്ടിക് കോഴ്സാണ്. നോട്ട് തിയററ്റിക്കൽ, ബട്ട് ഇറ്റ് ഇസ് തെറാപ്യൂട്ടിക്. നോട്ട് ഇൻഫോർമേറ്റീവ്, ബട്ട് റിഫോർമേറ്റീവ്. ഇരുന്ന ഇരിപ്പിൽ തന്നെ മാറ്റമുണ്ടാക്കുക എന്നുള്ള അത്ഭുതകരമായ ഒരു ശാസ്ത്ര കലയാണ് NLP എന്നുള്ളത്. NLPയെ ജനറലി പരിചയപ്പെടുത്തുക, എങ്കിലും അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കും ഇന്നത്തെ ദിവസം തന്നെ, ഗ്യാരണ്ടിയാണത്. ഇവിടെ പോലും അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഞാൻ NLP ഇപ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ എങ്ങനെ പരിചയപ്പെടുത്തുക? ആസ് എ ഹോൾ, ജനറലി ആസ് എ ഹോളാണ് പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇമോഷണൽ സയൻസ് ആയതുകൊണ്ടും അതേപോലെ തന്നെ എക്സ്പീരിയൻഷ്യൽ സയൻസ് ആയതുകൊണ്ട് ചില നിബന്ധനകൾ. ഒന്ന് ഞാൻ പറഞ്ഞു, ലൈഫാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വി ഹാവ് ടു റെസ്പെക്റ്റ് അവർ ലൈഫ്. വി ഹാവ് ടു ലവ് അവർ ലൈഫ്. സോ ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് I have already put off my mobile
ടേൺ ഓഫ് മൈ മൊബൈൽ. എല്ലാവരും അവരുടെ മൊബൈൽ എടുക്കാം, ഒന്നുകിൽ സൈലൻ്റ് വെക്കാം, അല്ലെങ്കിൽ ഓഫ് മോഡിൽ വെക്കാം. ജെർക്ക് വിറയൽ മോഡൽ വേണ്ട. കാരണം ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ തെറാപ്പിയിലേക്ക് കിടക്കാൻ പോവാണ്. തെറാപ്പിറ്റിക് കോഴ്സാണ് എല്ലാം. അപ്പോൾ തെറാപ്പി ചെയ്യുമ്പോൾ കറന്നെല്ലാം പറയുമ്പോൾ അടുത്ത ആൾക്ക് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഒന്നുകിൽ ഓഫ് മോഡിൽ വെക്കാം, അല്ലെങ്കിൽ സൈലൻ്റ്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡും ആവാം അല്ലേ, ആസ് യു ലൈക്ക്. ഈ എക്സ്പീരിയൻഷ്യൽ സയൻസ് ആയതുകൊണ്ട് എന്താ വെച്ചാൽ തിയറിറ്റിക്കൽ ക്ലാസ് ആണെങ്കിൽ ഒരു തിയറി, ഞാൻ ഇങ്ങനെയാണ് പറയാറ്. നമ്മുടെ കോഴ്സ് സാധാരണ എല്ലാ കോഴ്സുകളും ശ്രദ്ധിക്കുക, ബി വിത്ത് മീ. ഞാൻ പറയാറ് എൻ്റെ കോഴ്സ് ഇങ്ങനെയാണ്, ബി അവൈലബിൾ ടു മീ എന്ന് പറയാം. നിങ്ങൾ ജസ്റ്റ് അവൈലബിൾ ആയാൽ മാത്രം മതി. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഒരുപാട് പ്രത്യേകത, ഒന്ന് ഞാൻ പറഞ്ഞു ഫോണ് വെച്ചു. അതേപോലെ തന്നെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതേണ്ടതില്ല. കാരണം എൻ്റെ ലക്ഷ്യം എവറി വേർഡ് കണ്ടെയ്ൻസ് എനർജി എന്നാണ്. നമുക്കറിയാം ക്വാണ്ടം ഫിസിക്സിൽ കണ്ടെത്തിയ യാഥാർത്ഥ്യമാണ്, എവറിഥിങ് ഈസ് എനർജി ആൻഡ് എനർജി ഈസ് എവറിഥിങ്. ലവ്, ദ വേർഡ് ലവ് ഈസ് നോട്ട് ലവ്, ഇറ്റ്സ് എൻ ഇമോഷൻ. ഇമോഷൻ ഈസ് എനർജി. നമ്മുടെ അകത്തുള്ള ഒരു ഇമോഷനാണത്. ഉദാഹരണമായിട്ട് അഷ്കർ സാർ ഇച്ചിരി മുന്നോട്ട് വരാൻ തോന്നുന്നുണ്ട്. കംഫർട്ടബിൾ, എത്ര കംഫർട്ട് ഫീൽ ചെയ്യുന്നോ അത്ര കണ്ട് മുന്നോട്ട് വരാം. ഈ റോ എത്ര കംഫർട്ട് ഫീൽ ചെയ്യുന്നോ അത്ര കണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യും. ഓവറാക്കണ്ട, ഒരേ ലെവൽ. ഉദാഹരണമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ദേഷ്യം എന്ന വാക്ക് ദേഷ്യമാണോ? പോണ്ടർ അപ്പോൺ ഇറ്റ്. ദേഷ്യം എന്ന വാക്ക് ദേഷ്യമാണോ? ദേഷ്യം പിടിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ സംഭവിക്കുക? ഹൃദയം ഇങ്ങനെ ഹൃദയം പിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രഷർ ലെവൽ കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഷുഗർ ലെവൽ കൂടിയിട്ടുണ്ട്, പലതും. ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു സുനാമി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കയറി കളിക്കുക. അതുവരെ കാണിച്ചു കൊടുക്കാൻ പറ്റുക. ഇതേ നോക്കിയിട്ട് എൻ്റെ ദേഷ്യം ഇവിടെ എത്തി, ഇവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഭാര്യ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, ആരും കാണിച്ചു കൊടുക്കാൻ പറ്റുക. അങ്ങനെ എന്തൊക്കെയോ സംഭവിക്കുന്നില്ല അകത്ത്, ഈ സുനാമി അടക്കമുള്ളേ. ഇതെല്ലാം സംഭവിക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? അപ്പോൾ ദേഷ്യം എന്ന വാക്ക് ദേഷ്യമാണോ രഞ്ജിത്ത് സാർ? അല്ലല്ലോ. അതൊരു വലിയൊരു പ്രോസസ്സാണ്, അകത്ത് നടക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ഇതേപോലെ ലവ് എന്ന വാക്കും ലവ് അല്ല. ഞാൻ ചോദിക്കട്ടെ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആദ്യം പറഞ്ഞു ലവ് എന്ന വാക്ക് ലവ് അല്ല. രണ്ടാമത് പറഞ്ഞു ദേഷ്യം എന്ന വാക്ക് ദേഷ്യമല്ല. ഏത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്, ഗ്രാഹ്യത കൂടുതൽ നടന്നത്? ഏത് പറഞ്ഞപ്പോഴാണ്? ദേഷ്യം പറഞ്ഞപ്പോൾ. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പോഴത് പ്രഖ്യാപിക്കുകയാണ്, ഏതോ ഒരു ദിവസം എൻ്റെ മുന്നിൽ ഇരിക്കാൻ പോവല്ലേ. നെഗറ്റീവിൻ്റെ എണ്ണയിൽ മുക്കിപ്പൊരിച്ച കായപ്പങ്ങളാണ് നമ്മൾ ഞാൻ പറയാറ്. നെഗറ്റീവ് പറയുമ്പോഴാണ് പെട്ടെന്ന് ദേഷ്യം എന്ന വാക്ക് ദേഷ്യമില്ല പെട്ടെന്ന് മനസ്സിലായി. കാരണം എന്താ? വി ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് മെനി ടൈംസ്. ഒരുപാട് തവണ അത് അനുഭവിച്ചിട്ടുണ്ട്. ലവ് എന്ന വാക്ക് ലവ് അല്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതൊരു കൺഫ്യൂഷൻ. അതെന്താണത്? കാരണം എന്താ? ആക്ച്വലി ലവ് എന്നുള്ളത് ഇമോഷനാണ്. ആ സമയത്ത് വി ഹാവ് ടു ഫീൽ ഇറ്റ് അവർ ബോഡിയിൽ ശരിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പാടും. പണ്ടേ കോഴ്സ് എന്നാൽ സന്തോഷം. ഇതേ ചോദ്യം എനിക്ക് ചോദിക്കാം, ഹാപ്പിനെസ് എന്നുള്ള വാക്ക് ഹാപ്പിനെസ് ആണോ? ഹാപ്പിനെസ് എന്നുള്ള വാക്ക് ഹാപ്പിനെസ് ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം രഞ്ജിത്ത് സാർ. ഒരാൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ലവ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല എന്ന് വിചാരിക്കാം, ഫോർ എക്സാമ്പിൾ. അങ്ങനെ അദ്ദേഹം ആരോടൊക്കെ ചോദിച്ചു അവസാനം ഡിക്ഷണറിലൊക്കെ നോക്കി ലാസ്റ്റ് മനസ്സിലായി, ലവ് എന്ന സ്നേഹം എന്ന അർത്ഥം അയാൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുക. അതോടുകൂടി എന്താ സംഭവിക്കുക? അയാളുടെ ഭാര്യയോട് ഭയങ്കര സ്നേഹം കൂടുമോ? ഡിക്ഷണറി അർത്ഥം പഠിച്ചുകൊണ്ട് എടി ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹാടി അർത്ഥം, അതുകൊണ്ട് വാ കെട്ടിപ്പിടിക്കില്ല, ലവ് ഫീൽ ചെയ്യോ? ഡിക്ഷണറി അർത്ഥം കൊണ്ട് യു കൻ നോട്ട് റീക്രിയേറ്റ് യുവർ ലൈഫ്. അവിടെയാണ് NLP പറഞ്ഞതാണ്, ലാംഗ്വേജ് ഈസ് നോട്ട് ദ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസിൻ്റെ ലോകം വേറെ അകത്തുണ്ട്. NLPയിൽ ഇമോഷൻ്റെയും അതുപോലെ തന്നെ എക്സ്പീരിയൻസിൻ്റെ വളരെ ആഴത്തിൽ പോകുന്ന സമയത്ത് അഡ്വാൻസിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണിത്. അതായത് ഏറ്റവും മേലെ നമ്മൾ സർഫേസ് സ്ട്രക്ചർ എന്നാണ് പറയുക. സർഫേസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങളുടെ ടിപ്പ്. ഞാൻ പറഞ്ഞു ടിപ്പ് എന്ന് പറഞ്ഞല്ലോ, ആ മഞ്ഞുമലയുടെ ടിപ്പ് പോലെ. അതായത് ലവ്, ഇതിന് മറ്റൊരു പേര് NLPയിൽ ലിംഗ്വിസ്റ്റിക് മാപ്പ് എന്നാണ് ഇതിന് പറയുക. തൽക്കാലം എല്ലാം ഞാൻ എഴുതാം, ലാസ്റ്റ് ഞാൻ എഴുതിയെടുക്കാനായിട്ട് സമയം തരും. അതാണ് നമ്മുടെ മെത്തേഡ്. ഇനി നിങ്ങൾ എഴുതിയെടുത്തോളൂ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കും. ആ സമയത്ത് എല്ലാവർക്കും എഴുതിയെടുക്കാം. കാരണം എൻ്റെ വാക്കുകൾക്ക് യാതൊരു പ്രാധാന്യമില്ല. എവറി വേർഡ്, കുറച്ചുകൂടി അടുത്തിരിക്കാൻ പറ്റുമോ സാർക്ക്? എവറി വേർഡ് കണ്ടെയ്ൻസ് എനർജി. ഓരോ വാക്കുകൾക്കും എന്തുണ്ട്? എനർജി കണ്ടെയ്ൻ ചെയ്യുന്നു. ലവ് എന്ന വാക്കിൻ്റെ പിന്നിൽ ഒരു മഹാ എനർജി കണ്ടെയ്ൻ ഉണ്ട്, അതിനകത്തുണ്ട്. പിന്നെ ബൈ ദ വേ ഞാൻ പറയട്ടെ, ഞാൻ പറയുന്ന ഓരോ വാക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് പറയുമ്പോൾ അതിൻ്റെ മലയാളം പറയാൻ വിട്ടുപോയാൽ അതിൻ്റെ ഇംഗ്ലീഷിൻ്റെ വാക്കർത്ഥം അഥവാ അറിയില്ല എങ്കിൽ
നിങ്ങൾക്ക് ഉടനടി ചോദിക്കാം അതെന്താ ഉദ്ദേശിച്ചത് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. എന്നാൽ സൈക്കോളജിയാണ് ഇത്, സോഷ്യോളജി അല്ല, അതുപോലെ തന്നെ പൊളിറ്റിക്സ് അല്ല, സാമൂഹ്യശാസ്ത്രം ഒന്നുമല്ല. നമ്മൾ കൈകാര്യം ചെയ്യാൻ വന്നതാണ് സൈക്കോളജിയാണ്. സൈക്കോളജിയുടെ പ്രത്യേകത എന്താ? നമ്മുടെ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടാണ്. ഓരോരാൾക്കും പേഴ്സണലായിട്ടുള്ള ചില ഇഷ്യൂകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് ലൈഫാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോണത്. എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് വരികയാണെങ്കിൽ സദസ്സെന്ന് ചോദിക്കാനുള്ള അവസരം നിങ്ങൾക്കില്ല. പേഴ്സണലി വേണമെങ്കിൽ ചോദിക്കാം, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടിരിക്കും, ഷുവറാണത്. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അത് ബോധ്യപ്പെട്ടിരിക്കും. എന്നാൽ വാക്കർത്ഥം മാത്രം എന്ത് ചെയ്യാം, ഈ സമയത്ത് എന്തും കിട്ടാത്തതിൻ്റെ ചോദിക്കാം, തിരിയാത്ത എഴുതി കൺസെപ്റ്റ് എന്താ ചോദിക്കാം. അതേ സമയത്ത് എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തോ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഇപ്പോൾ രഞ്ജിത്ത് സാറിനുള്ള ഒരു ഡൗട്ട്, സൈക്കോളജിക്കൽ ഒരു ഡൗട്ട്, ആ ഡൗട്ട് ഈ പറയുന്ന എല്ലാവർക്കും ഉണ്ടാവണമെന്നുണ്ടോ? സൈക്കോളജിക്കൽ ഡൗട്ട് ഉണ്ടാവണം. കാരണം നിങ്ങളായിട്ട് വല്ല ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടതോ മക്കൾ വളർന്നതിൻ്റെ സംതിങ് അങ്ങനെ എന്തും ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കോളജി എപ്പോഴും പേഴ്സണൽ ആയതുകൊണ്ട് തന്നെ സദസ്സിൽ ചോദിക്കാനുള്ള പെർമിഷനിൽ, മറിച്ച് പേഴ്സണലി വേണമെങ്കിൽ ചോദിക്കാം, ചോദിക്കേണ്ടതില്ല. വൈകുന്നേരം ആകുമ്പോഴത്തെ കാര്യങ്ങൾ ക്ലിയർ ആയിക്കോളും. എന്നാൽ എന്തെങ്കിലും വാക്കർത്ഥം, കാരണം NLP അമേരിക്കൻ ഓറിയൻറ്റഡ് ആണ്. റിച്ചർഡ് ബാൻഡറും അതുപോലെ തന്നെ ജോൺ ഗ്രിൻഡറുമാണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ, ഇന്നും ജീവിച്ചിരിപ്പുള്ളവരാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് ചില കൺസെപ്റ്റുകൾ ഇംഗ്ലീഷ് ഭാഷയിലാണ് വരിക. അപ്പോൾ അത് ഭാഷാർത്ഥം തിരിയുന്നില്ല ചോദിക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഒന്നാമത്തത് ലിംഗ്വിസ്റ്റിക് മാപ്പ് എന്ന് പറയും, അഥവാ ലവ് എന്ന വാക്ക് ഇവിടെയാണുള്ളത്. എന്നാൽ അതിൻ്റെ താഴെ വേറൊന്നുണ്ട്, അതിന് ഡീപ്പ് സ്ട്രക്ചർ എന്നാണ് പറയുക. ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ ഒരു ചെറിയൊരു അനുഭവം, നമ്മുടെ ചെറിയൊരു അനുഭവം, അത് നമ്മുടെ കാക്കുട്ടികളുടെ അനുഭവം, ഭാര്യഭർത്ത ബന്ധത്തിലോ സംതിങ് സംഭവം, അച്ഛനമ്മയും ബന്ധത്തിലോ വാട്ടെവർ ഇറ്റ് ഈസ്, നമ്മൾ മനസ്സിലാക്കി. ഇതിന് പറയുന്ന പേരാണ് ന്യൂറോളജിക്കൽ മാപ്പ് എന്നാണ് പറയുക. NLP ഭാഷയിൽ ഇങ്ങനെ പറയാം, 15 തത്വത്തിലൊരു തത്വം ഇങ്ങനെയാണ്, മാപ്പ് ഈസ് നോട്ട് ദ ടെറിട്ടറി എന്ന് പറയും. അതായത് കോഴിക്കോടിൻ്റെ മാപ്പല്ല കോഴിക്കോട് എന്നുള്ളത്. കോഴിക്കോട് അങ്ങാടി വേറെ തന്നെയുണ്ട്. ഇലക്ട്രിസിറ്റിക്കാർ അതിൻ്റെ മാപ്പ് വരച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഓഫീസൊക്കെ ഉണ്ടാവും അല്ലേ. എന്നാൽ ഒരു ചരിത്ര ഗവേഷകന്മാർ അത് വരച്ചു എന്നിരിക്കുക, കോഴിക്കോടിൻ്റെ മാപ്പ് വരച്ചു എന്നിരിക്കുക, അവിടെ ഇലക്ട്രിസിറ്റി ഓഫീസ് ഉണ്ടാവും സാർ? ഇല്ലല്ലോ. അതുപോലെ തന്നെ പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ആളുകൾ വരച്ചു എന്നിരിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റി ഓഫീസ് ഉണ്ടാവില്ല, ചരിത്ര ഗവേഷണ കേന്ദ്രങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഏതെങ്കിലും മതവിഭാഗത്തിലോ പള്ളിക്കാരോ അങ്ങനെ ആരെങ്കിലും വരച്ചു എന്ന് വിചാരിക്കുക, അപ്പോഴും അവരവരുടെ പള്ളി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും എന്തുണ്ടാവില്ല, നേരത്തെ പറഞ്ഞ ഇലക്ട്രിസിറ്റി ഓഫീസ് ഒന്നും. അപ്പോൾ കോഴിക്കോട് വേറെ തന്നെയാണ്. മാപ്പ് ഈസ് നോട്ട് ദ ടെറിട്ടറി. അപ്പോൾ ഈ DS എന്നുള്ളത് നമ്മൾ ലവിനെ കുറിച്ച് ഉണ്ടാക്കി വെച്ച ഒരു മാപ്പ് മാത്രമാണ്. അപ്പോഴും അതല്ല അതിൻ്റെ ഒറിജിനാലിറ്റി എന്നുള്ളത്. ഇത് ഏതിലും ബാധകട്ടെ. ഹാപ്പിനെസ് അങ്ങനെ, ഹാപ്പിനെസ് എന്നുള്ള വേർഡ് ഇവിടെയാണ്, സന്തോഷം എന്നുള്ള വാക്ക് ഇവിടെയാണ്. നമ്മൾ മനസ്സിലാക്കിയ ചില സന്തോഷമുണ്ട്, പ്ലഷറൊക്കെ പോലെയുള്ള അതിവിടെ കിടക്കുന്നത്. അതിൻ്റെ താഴെയാണ് റോ സ്ട്രക്ചർ എന്ന് പറയും, അഥവാ ആ എന്താണോ ഹാപ്പിനെസ് അത്, എന്താണോ ആ സ്നേഹം അത്, റോ സ്ട്രക്ചർ. റോ സ്ട്രക്ചർ നമ്മൾ മലയാളത്തിൽ എന്താ പറയുക, ആ തന്മയത്വം, ശരിയായ കാമ്പ് എന്നൊക്കെ പറയില്ലേ, ദാറ്റ് ഈസ് പ്യുവർലി എക്സ്പീരിയൻഷ്യലാണിത്. ദിസ് ഇസ് പ്യുവർലി എക്സ്പീരിയൻഷ്യൽ. അപ്പോൾ NLPയുടെ ഡ്യൂട്ടി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി NLPയുടെ ഡ്യൂട്ടി, നിങ്ങൾ കേട്ട NLP എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ദ റിയൽ NLP എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സർഫേസ് സ്ട്രക്ചറിൽ നിന്നും നിങ്ങൾ ഇറക്കി ഒറിജിനൽ റോ സ്ട്രക്ചറിലേക്ക്, ഓരോ വിഷയത്തിലും ശാന്തിയായിരിക്കാം, സമാധാനമായിരിക്കാം, ലവ് ആയിരിക്കാം, റിലേഷൻഷിപ്പിലുള്ള പല ഇൻറ്റിമസി ആയിരിക്കാം, ഭാര്യ ഭർത്തൃബന്ധത്തിലൊക്കെ ഇൻറ്റിമസിക്ക് മലയാളത്തിൽ നമ്മൾ പറയാം ആഴത്തിലുള്ള ബന്ധങ്ങളില്ലേ, അതൊക്കെ ആയിരിക്കാം. എവ്രിതിങ് ഈസ് അൾട്ടിമേറ്റ്ലി ഇമോഷൻ. NLPയിലൊരു ടെക്നിക്കാണിത്, അപ്ലൈഡ് NLP ആണ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ കുട്ടി ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് പറയാറ്, കുട്ടി ഹോംവർക്ക് ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ കുട്ടി ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നില്ല, നമ്മളെങ്ങനെയാണ് പൊതുവേ ശാസന കൊടുക്കാറ്? എങ്ങനെ? മര്യാദയ്ക്ക് ഹോംവർക്ക് ചെയ്ത് എന്നാൽ മാത്രമേ ഇന്ന് എനിക്ക് ചോറ് വരും. ഓക്കെ, ഹോംവർക്ക് ചെയ്താൽ എനിക്ക് ചോറില്ല, രാത്രിയാണ്, രാത്രി ഭക്ഷണം എനിക്ക് കിട്ടില്ല, മര്യാദയ്ക്ക് ഹോംവർക്ക് ചെയ്താൽ ചോറ്, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം തരില്ല. ഓക്കെ, ഈ രീതിയിലാണ് പലപ്പോഴും നമ്മൾ പറയാറ്. പക്ഷേ NLP പറയാമെന്ന് വെച്ചാൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറയുമ്പോൾ മനസ്സിലാവും, എക്സ്പീരിയൻസ് ഇങ്ങനെ തരുമ്പോൾ തിരിയും. കുട്ടീനോട് ഇങ്ങനെ ചോദിച്ചു എന്നിരിക്കുക, മോള് ഭക്ഷണത്തിന് ശേഷമാണോ ഹോംവർക്ക് ചെയ്യുന്നത് അതോ ഭക്ഷണത്തിന് മുമ്പാണോ ഹോംവർക്ക് ചെയ്യുന്നത്? കൺഫ്യൂഷൻ. എന്ത് സംഭവിക്കാം അവിടെ രഞ്ജിത്ത് സാർ? എന്താ സംഭവിക്കാൻ സാധ്യത? മുജീബ് സാർ, നജീബ് ഓർ മുജീബ് സാർ, എന്താ സംഭവിക്കാൻ സാധ്യത? അതായത് NLP ഭാഷയിൽ ഇങ്ങനെ പറയാ, ഇവിടെ ആക്ച്വലി കമാൻഡ് ഉണ്ട്, പക്ഷെ എംബെഡഡ് കമാൻഡ് എന്നതിന് പറയാം. ഒളിഞ്ഞു കിടക്കുന്ന കമാൻഡാണ് അതിനകത്തുള്ളത്. കമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരം വാക്കാണ് പറയുമ്പോൾ തിരിഞ്ഞില്ലെങ്കിൽ മലയാളം തിരിയുന്നില്ല, ആരെ ചോദിക്കണുണ്ടോ ഞാൻ ഈ കമാൻഡ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തിരിയിരിക്കില്ലല്ലേ?
കമാൻഡ് മലയാളത്തിൽ പറയാം ആജ്ഞ അല്ല കൽപ്പന അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, പക്ഷെ വ്യക്തമല്ല കൽപ്പന. എന്താ കൽപ്പന? ഹോംവർക്ക് ചെയ്തേ പറ്റൂ ഇല്ലേ? പക്ഷേ ദർ ഇസ് എൻ ഓപ്ഷൻ. ഒന്നിക്കൽ മുന്നേ അല്ലെങ്കിൽ ശേഷം. എവ്രിബഡി ലൈക്സ് ഓപ്ഷൻ. എല്ലാവർക്കും ഓപ്ഷൻ ഇഷ്ടം. ഈ ടെക്നിക്ക് മരിടണോ? ഭാര്യയിലൊക്കെ പ്രയോഗിച്ച് നോക്കിയപ്പോൾ അല്ല ഭർത്താവിലൊക്കെ പ്രയോഗിച്ച് റോങ് ആയിട്ട് അവളെ റോങ്ങിലേക്ക് നയിക്കാൻ, അവളെ പോയി കുഴി ചാടിക്കാൻ ഉപയോഗിക്കരുത്. NLP റോങ് ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ. കത്തി നമുക്കറിയാലോ, ഇത് നമ്മൾ അരിയാൻ ഉപയോഗിക്കുന്നത് അല്ലേ? ആപ്പിൾ മുറിക്കാം, മീൻ മുറിക്കാം, പാൽ. അതന്നെയല്ലോ ഒരാളെ കുടലിലും കുത്തി കയറ്റാം അല്ലേ? പേപ്പറിൽ വരുമോ രഞ്ജിത്തിൻ്റെ കുടലിൽ കത്തി കുത്തി കയറ്റി കത്തി അറസ്റ്റിൽ, അങ്ങനെ ഉണ്ടാവോ? അത് ഉപയോഗിച്ച ആളല്ല അറസ്റ്റ് ചെയ്യുക. അപ്പോൾ ഹൗ യു യൂസ് ഇറ്റ്, തകരാറ് NLPക്കല്ല, റോങ് ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് ഓപ്ഷൻ കൊടുക്കുക കഴിയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഗിവ് എൻ എക്സാമ്പിൾ. ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ ചെയ്യാവൂ, കൈ കഴപ്പ് വരും. സ്റ്റാർട്ട് ഞാൻ ആദ്യം ഡൊമ കാണിച്ചിരുന്നത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, ശേഷം ഞാൻ സ്റ്റാർട്ട് പറയും, അപ്പോൾ ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, എല്ലാവരും ഈ രീതിയിൽ കൈ വെച്ച് സ്റ്റാർട്ട് പറഞ്ഞില്ല വെക്കല്ല, സ്റ്റാർട്ട് ചെയ്യല്ല, ഞാൻ സ്റ്റാർട്ട് പറയും അപ്പോൾ തുടങ്ങിയത്. ഫസ്റ്റ് ഡെമോ. ഓക്കെ, ഈ രീതിയിൽ കൈ വെച്ചിട്ട്, അതായത് നീളത്തിലായിരിക്കണം വെക്കേണ്ടത്, ഈ രീതിയിലല്ല, നീളത്തിൽ വെക്കുക. പക്ഷെ ചൂണ്ടുന്ന രീതിയിലല്ല, മുകളിലേക്ക് ചൂണ്ടുന്ന രീതിയിൽ വെക്കേണ്ടത് കൈ. എന്നിട്ട് ഇത്രയും ഗ്യാപ്പിൽ വെക്കുക, വിരൽ ഈ ഗ്യാപ്പിലാണ് വിരൽ വരേണ്ടത്. എന്നിട്ട് അതിന് സെൻറ്ററിലേക്ക് നോക്കുക. ഓക്കെ, ഇനി വെച്ചോളൂ, സ്റ്റാർട്ട്, റെഡി, സ്റ്റാർട്ട്. നേരെയാണ് മുകളിലേക്ക് ചൂണ്ടുന്ന രീതി, മുകളിലേക്ക് ചൂണ്ടുന്ന രീതി ഈ ഗ്യാപ്പിലാണ്. ഇച്ചിരി കൂടി രജിസ്റ്റർ ഗ്യാപ്പ് കുറക്കാണ്ട്, ഇച്ചിരി ഗ്യാപ്പ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് നോക്കിയാട്ടെ. ആ രണ്ട് വിരലിൻ്റെയും സെൻറ്ററിലേക്ക് നോക്കുമ്പോൾ തനിയെ വിരലുകൾ വന്നിട്ട് അങ്ങനെ മുട്ടുന്നത് കാണാം. തനിയെ അത് മുട്ടുന്നതാണ്, പിടിച്ചു വെക്കരുത്, തന്നെ അതങ്ങനെ മുട്ടി 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 അങ്ങനെ വരുന്നതാണ്. തനിയെ സെൻറ്ററിലേക്ക് നോക്കുക, നീളത്തിൽ സെൻറ്ററിലേക്ക് നോക്കുക. ഒരു കാന്തികത വരും. തനിയെ മുട്ടിയവരെ കൈതാക്കുക, മുട്ടിയവരെ കൈതാക്കും. മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് മുട്ടിക്കാൻ പറഞ്ഞോ? പിന്നെ അതങ്ങനെ മുട്ടിയേ? ഞാൻ നിങ്ങളെ കമാൻഡ് ചെയ്തിട്ടില്ല അല്ലേ? ആജ്ഞ ഇല്ല, കൽപ്പനയില്ല, ഒന്നുമില്ല. പിന്നെ അതെങ്ങനെ മുട്ടിയേ? ഇസൻ സംഭവിച്ചാ? എന്ത് സംഭവിച്ചോടാ? വാട്ട്സ് ദ സയൻസ് ബിഹൈൻഡ് ഇറ്റ്? കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളതാണ്. കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സൂപ്പർ കോൺഷ്യസ് മൈൻഡ് പലതും നമുക്ക് മനസ്സിലാക്കാറുണ്ട്. അൺകോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നേരെ ഇറ്റ് ഹാസ് നോ ലോജിക്. അതായത് ഇവിടെ എംബെഡഡ് കമാൻഡ് ഉണ്ട്. അത് മുട്ടും എന്ന് പറഞ്ഞാൽ അത് മുട്ടിയിരിക്കും. അത് കാരണം അങ്ങേയറ്റത്തെ അനുസരണ ഭാവമുള്ളവനാണ് നമ്മുടെ അകത്തുള്ള വേറൊരു മൈൻഡ്. ഡീപ്പർ മൈൻഡ് ഞാൻ തൽക്കാലം വിളിക്കട്ടെ, പേരും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. ഡീപ്പർ മൈൻഡ് വേറെ ഉണ്ട്. ടിപ്പ് മൈൻഡ് 10% ഉള്ളൂ, മേലത്തെ ടിപ്പ്. അതാ എന്തിനു മുട്ടിക്കേണ്ട ആവശ്യം, എന്തിനു മുട്ടി പോയി പണി നോക്കി, ഇവൻ ആരാ എന്നോട് മുട്ടിക്കാൻ പറയാൻ, ഇവൻ ആരാടാ പോയി പണി നോക്കി, അങ്ങനെ പലതും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും ആര്? ടോപ്പ് മൈൻഡ്. തൽക്കാലം അങ്ങനെ വിളിക്കാം ഞാൻ. പക്ഷേ ഡീപ്പർ മൈൻഡിലേക്ക് അറിയാൻ കഴിഞ്ഞാൽ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ. എന്ന് വെച്ചിട്ട് വേണ്ടാത്തി വൃത്തിയായിട്ട് ജയിക്കാൻ പറ്റുമോ? നെവർ. അത് ജയിക്കാനും പറ്റൂല. ക്ലിയർ? ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർഫേസ് സ്ട്രക്ചറിൽ നിന്ന് ഏറ്റവും താഴെ ഇവിടേക്ക് ഇറക്കിക്കൊണ്ടുവരിക ഒറിജിനൽ. അത് ഓരോ വിഷയത്തിലുമാണ്. ഞാൻ എക്സാമ്പിളായിട്ട് ലവും ഹാപ്പിനെസ്സേ പറഞ്ഞിട്ടുള്ളൂ. ലൈഫിലെ ഓരോ വിഷയത്തിലും അവിടെയാണ് NLP പറയുന്നത്. NLP ഈസ് ആൻ ഇമോഷണൽ സയൻസ്. അല്ലെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഇമോഷൻ എല്ലാറ്റിൻ്റെ ഒറിജിനാലിറ്റി കിടക്കുന്നത്. ഇവിടെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ലിംഗ്വിസ്റ്റിക് മാപ്പാണ് അല്ലേ? ഞാനിങ്ങനെ പറയാറ്, 3 രീതിയിലാണ് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുക. ഭാര്യ ഭർത്ത ബന്ധത്തിൽ എന്തായിക്കോട്ടെ. ഉദാഹരണമായിട്ട് ഭാര്യ ഭർത്ത ബന്ധമെടുക്കുക. കാരണം ഞാൻ കൂടുതൽ ഇപ്പോൾ ഈ കോഴ്സിൻ്റെ പേര് നമ്മൾ ഇട്ടേക്കുന്നത് NLP ഫോർ ലൈഫ് മാസ്റ്ററിയാണ്. NLP ഫോർ ബിസിനസ് ഉണ്ട്, NLP ഫോർ ടീച്ചിങ് ഉണ്ട്, NLP ഫോർ കോച്ചിങ് ഉണ്ട്, NLP ഫോർ ട്രെയിനിങ് ഉണ്ട്, NLP ഫോർ സെയിൽസ് ഉണ്ട്. എല്ലാ രംഗത്തും NLP ഉണ്ട്. പക്ഷെ നമ്മളിവിടെ ലൈഫ് മാസ്റ്ററി ആയതുകൊണ്ട് തന്നെ ലൈഫിലെ എക്സാമ്പിളാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഓരോ രംഗത്തും ഇതിൻ്റെ അടിത്തട്ടിലേക്ക് അഥവാ റോ സ്ട്രക്ചറിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു സന്ദർഭം കൂടെ വന്നില്ല. NLPയുടെ ഒരു ടീച്ചിങ് മെത്തഡോളജിയാണ് ക്രിയേറ്റിംഗ് ദ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ മുതലെടുത്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ എന്താണ്? അതിനെ പാഠമാക്കുകയാണ് നമ്മൾ. അതിൽ നിന്നൊരു പാഠം പഠിപ്പിക്കുകയാണ്, അതിൽ നിന്നൊരു എക്സസൈസ് വരികയാണ് അവിടെ നമ്മുടെ ഡീപ്പർ മൈൻഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് വീട്ടിൽ പോയിട്ട് പ്രയോഗിക്കാൻ പറ്റും നമുക്ക്. പിള്ളേരുടെയൊക്കെ അല്ലെങ്കിൽ മോനെ ഭക്ഷണത്തിന് മുന്നെയാണ് ഹോംവർക്കുന്ന ശേഷമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾ ഭാര്യ ഭർത്താവായിട്ട് തിരിച്ച് ഇങ്ങോട്ടായിക്കോട്ടെ, ഭർത്താവിനോടായിക്കോട്ടെ, ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ. കാരണം നമ്മുടെ മൈൻഡിൻ്റെ പ്രത്യേകത ഇറ്റ് ലൈക്സ് ഓപ്ഷൻ. പെട്ടെന്ന് കമാൻഡ് സ്വീകരിച്ചാൽ നോ പറയാൻ കഴിയില്ല. ആ സമയത്ത് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അൾട്ടിമേറ്റം കൊടുക്കലാണ്. പൊതുവേ ഭാര്യ ഭർത്താവ് എന്താ സംഭവിക്കാറെന്താ? അൾട്ടിമേറ്റ്. നീ ഇങ്ങനെ പറഞ്ഞ കേട്ടല്ല, അനുസരിച്ചാളോ? ഓക്കെ ഭാര്യയോട്
അല്ലേ? നമ്മളിങ്ങനെ പറയാറ്, ആദ്യത്തെ 6 മാസം അവൾ പറയുന്നത് എന്തോ അവൻ കേൾക്കും, അല്ലേ? എൻ്റെ കരളല്ല, എൻ്റെ ചക്കര, എൻ്റെ മുത്ത, എൻ്റെ പെണ്ണ്, എൻ്റെ ഭാര്യയായിട്ടില്ല, എൻ്റെ പെണ്ണ്, എൻ്റെ കരളൊക്കെയാണ് ആദ്യത്തെ 6 മാസം 1ാം ഘട്ടത്തിൽ. 2ാം ഘട്ടത്തിൽ എന്താ സംഭവിക്കുക? ഇനി ഈ വീട്ടിൽ ഞാൻ പറയുന്നത് മര്യാദക്ക് നീ അനുസരിച്ച് ജീവിച്ചോളാം. 1ാം ഘട്ടത്തിലാണ് എന്ത് പറയാൻ വേണ്ടി കാത്തിക്കുക, എൻ്റെ ചക്കര എന്തെങ്കിലും മൊഴിയൂ, ചാന്തുക്ക തുക്കട വരെ വേണോ നിനക്ക് കൊണ്ടുതരാം എന്നൊക്കെ ഭാവത്തിൽ 1ാം ഘട്ടത്തിൽ. 2ാം ഘട്ടത്തിൽ സംഭവിക്കുന്നത് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ അനുസരിച്ച് ജീവിച്ചോളൂ. ഓക്കെ, ഈ വീട്ടിൽ എന്തൊക്കെ നിയമത ഞാൻ പറയും അനുസരിച്ചോളാം. അയാൾ പറയുന്നത് അവൻ പറയുന്നത് അവൾ കേട്ടോളാം. 3ാം ഘട്ടം എന്താ സംഭവിക്കുക? ഇവർ രണ്ടാളും പറയുന്നത് നാട്ടുകാരും അയൽവാസികളും കേൾക്കാൻ തുടങ്ങും. പിന്നെ ആ ലെവലിലേക്കാണ് മാറുക. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മൾ ജീവിക്കുന്നത് ഈ സർഫേസ് ലെവലിലാണ്. അതാണ് പ്രശ്നം. നമ്മൾ ആഴത്തിലേക്ക് പോകുന്നില്ല. ഇനിയും ആഴങ്ങളുണ്ട് ലൈഫിന്. കാരണം ലൈഫിനെ പറ്റി പലപ്പോഴും സ്കൂളിലും പഠിപ്പിക്കുന്നില്ല, മതപാഠശാല തത്വങ്ങൾ പഠിപ്പിക്കാന്നല്ലാതെ ലൈഫിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല പലപ്പോഴും. ഓക്കെ, ആധുനികന് പറ്റിയ ഒരുപാട് മണ്ടത്തരങ്ങളുടെ ഒരു മണ്ടത്തരമാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ഏതാ ലോകം? ഇൻഫർമേഷൻ യുഗമാണ് ഇതല്ലേ. ഗൂഗിൾ അമ്മാവിൽ കിട്ടാത്ത പല ഇൻഫർമേഷൻ ഇന്നുണ്ടോ? എവറിതിങ് ഈസ് ദർ. അപ്പോൾ ഇൻഫർമേഷൻ ഇസ് ഈക്വൽ ടു നോളജ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എഴുതി വെക്കുന്നത് ഞാൻ പറയുക, ഇത് നോളജ് അല്ല, ദിസ് ഈസ് ഓൺലി ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ അല്ല ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കുക. നോളജ്. വാട്ട് ഈസ് നോളജ്? നോളജ് എന്താണെന്ന് ചോദിച്ചാൽ ഇൻഫർമേഷൻ അകത്തേക്ക് കയറിയിട്ട് അകത്തൊരു ഗംഭീരമായ കെമിക്കൽ റിയാക്ഷൻ അകത്ത് നടക്കാനുണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻ അകത്ത് നടന്നിട്ട് അകത്തുനിന്ന് പുറത്തേക്ക് ഒരു സംഗതി വരാണ്ട് തിരിച്ചിട്ട്. ദാറ്റ് ഈസ് റിയൽ നോളജ്. അവിടെയാണ് ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ മനസ്സിലാക്കുക, ബോധത്തിൽ എഴുതുക. ആധുനിക പറ്റി ഏറ്റവും വലിയ അബദ്ധമാണ്. കുറേ അതും ഇതും കാണാപ്പാടം പഠിച്ച് കുറേ എഴുതി വെച്ച് NLP അത് ഇതൊക്കെ പഠിച്ച് ഞാൻ സംതിങ് ഞാൻ ആവും എന്നുള്ള മഹാ തെറ്റിദ്ധാരണ ജീവിക്കുന്നവനാണ് ആധുനികൻ. എഴുതി വെക്കാം, എന്തൊക്കെ മാറേണ്ടതുണ്ട് എന്നറിയണമല്ലോ, എന്തൊക്കെ സംഭവിക്കേണ്ടതുണ്ട്. സംഭവിക്കുക തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് എഴുതി വെക്കുക എന്നുള്ളത് എന്താണ്? ഇൻഫർമേഷൻ കളക്ഷൻ എന്ന് NLP പറയുക. വിവരശേഖരണം മാത്രമാണത്. ആ ബോധത്തിൽ എല്ലാവരും എഴുതി വെക്കുക. ന്യൂറോളജിക്കൽ മാപ്പ്. RS എന്നാൽ അതൊന്നും പറയാൻ കഴിയില്ല. ഇറ്റ്സ് എ പ്യുവർ എക്സ്പീരിയൻസ്, റോ സ്ട്രക്ചർ. ഇല്ലില്ല, അത് മാപ്പല്ല, അത് ടെറിട്ടറിയാണ്. ദാറ്റ് ഈസ് എ ടെറിട്ടറി. ദാറ്റ് ഈസ് കാലിക്കറ്റ്. അതാണ് കാലിക്കറ്റ്. നിങ്ങൾ അവിടെ എത്തി. എന്താണോ അത്. ലവ് എന്താണോ അത്. ഹാപ്പിനെസ് എന്താണോ അത്. ഡെസ്റ്റിനേഷൻ. ദാറ്റ്സ് എ റിയൽ. ആ റിയലിലേക്ക് എത്തിക്കലാണ് നമ്മുടെ കോഴ്സിൻ്റെ ലക്ഷ്യം. അതിൽ 1 ഡേ കോഴ്സ് ആയതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന കൊണ്ട് മനുഷ്യന് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട ഹാപ്പിനെസ്സാണ്. ഹാപ്പിനെസ്സിൻ്റെ ആ സ്ട്രക്ചറിലേക്ക് എത്തുക എന്നുള്ളതാണ്. പതിയെ. ഓക്കെ, അപ്പോൾ റോ സ്ട്രക്ചറിലേക്ക് ഇറക്കേണ്ടത് കൊണ്ട് തന്നെ നമുക്കറിയാലോ. ഇപ്പം എന്തെങ്കിലും മനസ്സിലായി, ചെറിയ സമയം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി ഇത് തമാശയും കളിയല്ല ലൈഫ്. റോ സ്ട്രക്ചറിലേക്ക് ഇറക്കുക എന്നുള്ള ലോകത്ത് മല മാറ്റി വെക്കാൻ എളുപ്പമാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനസ്സ് മാറ്റി വെക്കുക എന്നുള്ളത്. നമ്മൾ ഇത്രയും കാലം കൊണ്ട് നടന്ന ഒരുപാട് കൺസെപ്റ്റുകൾ, കാര്യങ്ങൾ, ബിലീഫ് സിസ്റ്റങ്ങൾ. ബിലീഫ് ഉദ്ദേശിക്കുന്നത് മതപരമായതല്ല, വ്യക്തിതലത്തിലുള്ള ബിലീഫ്. എനിക്കത് ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ടൊന്നും ആവില്ല, ഐ ആം നോട്ട് വർത്തി, എനിക്കൊന്നും പറ്റില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. 45,000-ഓളം പേഴ്സണൽ നെഗറ്റീവ് ബിലീഫ്സ് ഓരോരാളുടെ അകത്തുകൊണ്ടുവന്ന മതവിശ്വാസമല്ല, മീൻസ് വ്യക്തിതലത്തിലുള്ള അന്ധതകൾ 45,000-ലധികം ഉണ്ടെന്ന്. അപ്പോൾ പലതും നമുക്ക് പൊളിയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർഫേസ് സ്ട്രക്ചറിന് താഴേക്ക് ഇറക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ സാധാ മെത്തഡോളജി ഞാൻ ഉപയോഗിച്ചാൽ ശരിയാവോ? സാധാ ഒരു ക്ലാസ്സിൻ്റെ മെത്തഡോളജി ശരിയാവോ? ഒരിക്കലും ശരിയാവില്ല. ഐ ഹാവ് ടു പുഷ് യു, ഐ ഹാവ് ടു പുൾ യു, ഐ ഹാവ് ടു കിക്ക് യു സംടൈംസ്. ആർ യു റെഡി ഓർ നോട്ട്? ഇഫ് യു റെവർ യുവർ ലൈഫ്, ഇഫ് യു റെസ്പെക്ട് യുവർ ലൈഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറയും, അത് നമുക്കിവിടെ വേണ്ടത് ഒരു VIP മെൻറ്റാലിറ്റി അല്ല. അത് നമ്മുടെ സ്ഥാനമാനങ്ങളിൽ അവിടെ ഓക്കെ, സ്ഥാപനങ്ങളിൽ ഓക്കെ. ഇവിടെ നമ്മൾ ലൈഫിൻ്റെ ഇമോഷനിലാണ് കൈകാര്യം ചെയ്യുന്നത്. സാറ് കൂടെ ഇല്ലേ? എൻ്റെ കൂടെ ഇല്ലേ സാറ്? പേര് മുസ്കുട്ടി സാർ എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇമോഷനിലേക്കാണ് നമുക്ക് പതിയെ ഇറങ്ങാനുള്ളത്. അപ്പോൾ അത് ഇറക്കി കൊണ്ടുവരിക. വെരി ഗുഡ്, താങ്ക് യു. ഇവിടെ പേരൊക്കെ കണ്ടില്ലേ വരുമ്പോൾ? അതാണ് ഞാൻ. ഓക്കെ, കണ്ണൂർ ജില്ലയിലാണ്. ഓർമ്മ വെച്ച നാൾ മുതലേ സൈക്കോളജിയിലായിരുന്നു താല്പര്യം. കാരണം അനുഭവിക്കാത്ത പ്രയാസങ്ങൾ ജീവിതത്തിലില്ല. ഒരു മനുഷ്യൻ കടന്നു പോകാൻ പറ്റുന്ന എല്ലാ വിഷമത്തിലൂടെ കടന്നു പോയതാണ്.
മാനസിക പ്രശ്നം, ഡിപ്രഷൻ, ആത്മഹത്യാ പ്രവണത, ആത്മഹത്യ സ്വപ്നം കാണുക, ജീവിതത്തിൽ വേറെ അർത്ഥമില്ല, ജീവിതം വേസ്റ്റാണ്. മാനാഞ്ചിറ ലോ കോളേജ് പഠിക്കുന്ന കാലത്ത് മാനാഞ്ചിറയിലെ പുല്ലുകൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളോട് അവർ കഥ പറഞ്ഞു വരും എന്തായിരുന്നു എൻ്റെ ആദ്യകാല അവസ്ഥ എന്നുള്ളത്. അവിടെ മലർന്നു കിടത്തിൻ്റെ നക്ഷത്രം നോക്കി പറയുന്നു, ഓ ദൈവം എന്തിനായിരുന്നു ഈ കഷ്ടപ്പാടിൻ്റെ ഈ ദുരിതത്തിൻ്റെ ഈ ലോകത്തേക്ക് എന്തിനാ എന്നെ കൊണ്ടുവന്നത് വെറുതെ. സഫറിങ്, ലൈഫ് ഈസ് എ സഫറിങ് എന്നായിരുന്നു അന്ന് മനസ്സിലാക്കിയ അണ്ടർസ്റ്റാൻഡിങ്. ചെറിയ പ്രായത്തിൽ 18 വയസ്സ്, 17 വയസ്സ്, 19 വയസ്സ് ജീവിക്കണ്ട എന്നുള്ള തോന്നൽ. അങ്ങനെയാണ് സൈക്കോളജി ക്ലാസ്സിലേക്ക് ഇങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ പഠിക്കുകയാണ്. LLB ഒരു അക്കാഡമിക്കൽ കോഴ്സ് വേറെ പോകുന്നുണ്ട്. അങ്ങനെ വന്ന് ഒരുപാട് കോഴ്സുകളെത്തി. ഏറ്റവും ആദ്യം ലൈഫ് മാറ്റി മറിച്ച് TA എന്ന് പറഞ്ഞൊരു കോഴ്സ് ആയിരുന്നു. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി, ട്രാൻസാക്ഷൻ ആൻഡ് അനാലിസിസ്. ഇവിടുന്ന് ആരും കേട്ടിട്ടുണ്ടോ? എനിബഡി ഹേർട്ട്? ഓക്കെ, TA. ശേഷമാണ് NLP കടന്നു വരുന്നത്. NLP ആണ് ലൈഫിൻ്റെ ഇമോഷനിലേക്ക് തന്നെ ഇടിച്ചിറക്കിയത്. ഒരു ക്രാഷ് ലാൻഡിങ് പോലെ ഒരൊറ്റ ഇറങ്ങല ലൈഫിൻ്റെ സർഫേസ് സ്ട്രക്ചറിൽ നിന്ന്. അതുവരെ നമ്മൾ വാദമാണെന്ന് പിന്നെ മനസ്സിലായി. ഇൻ്റലക്ച്വൽ മൈൻഡിലായിരുന്നു അത്രയും കാലം ജീവിച്ചത്. അപ്പോൾ ആ ഒറിജിനാലിറ്റിയിൽ എത്തുകയാണ്. പിന്നീട് അന്വേഷണം ലൈഫ് എന്താണ്. അങ്ങനെയാണ് അവസാനം ഇവിടെ എത്തിയത്. ട്രെയിനറായിട്ട് മാറി ലാസ്റ്റ്. ഞാൻ എന്നെ മാറ്റാനായിരുന്നു അന്വേഷിച്ച് പോയത് ലോകം മുഴുവൻ. ഇന്ത്യയിൽ എത്താത്ത മുക്കുമൂലകളില്ല. ഡൽഹി, നൈനിറ്റാൾ, അവിടെ ഹിമാലയം, മറ്റേത് മറിച്ചത്, എവരിവർ. ഒരുവിധം എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, എന്തിനാണ് ഈ ലൈഫ്, എന്താണ് ഇത്, ഒന്നും മനസ്സിലാകും പിടുത്തം കിട്ടുന്നില്ലല്ലോ കാര്യം. അങ്ങനെ NLP അതിൻ്റെ ആഴങ്ങളിലേക്ക് പഠിച്ചു. ഒരുപാട് ഗുരുക്കന്മാരിൽ നിന്ന് ആവർത്തിച്ച് പഠിച്ചു. 1, 2, 3 തവണയല്ല, സെയിം ആളത്തിൻ്റെ ഒരുപാട് തവണവും വ്യത്യസ്ത ആളും അങ്ങനെ പോയി അവസാനം ഗൾഫിൽ നിന്ന് ക്യാൻസറൊക്കെ ചെയ്ത് നാട്ടിൽ പോയി വീണ്ടും എക്സ്ട്രാ പഠിച്ചു. വീട്ടിൽ ഒരു ദിവസം ഒരാൾ പാനൂർ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ? എന്നോട് പാനൂർ ഭാഗത്താണ് ആദ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു സുഹൃത്തിനൊരു വിഷയമുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചു, ഒരു മാനസിക കേസ്. അങ്ങനെ ഞാൻ ഇടപെട്ടു. അപ്പോൾ അത് നിമാൻസിൽ പോലും സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ ആയിരുന്നു ആ സമയത്ത്. അവർ നിമാൻസിലൊക്കെ പോയതായിരുന്നു, പക്ഷേ അത് ഇറ്റ് വാസ് സോൾവ്ഡ്. പിന്നെ പാനൂരിൽ നിന്ന് ജനങ്ങളുടെ ഒഴുക്കായിരുന്നു എൻ്റെ വീട്ടിലേക്ക്, ക്ലിനിക്കിൽ. ഞാൻ അവസാനം ചോദിച്ചു, പാനൂർ ഇത്തിരി മാനസിക പ്രശ്നമുള്ള ആളുകളാണോ? സത്യത്തിൽ എല്ലായിടത്തും പ്രശ്നമാണ് ആളുകൾക്ക്. നമ്മളിങ്ങനെ മൂടി വെച്ച് കുറച്ചേ മനസ്സിലാവും അതൊക്കെ ഇലക്കാൻ വരുന്നുണ്ട്. അങ്ങനെ 5 വർഷം ക്ലിനിക്ക് ചെയ്തു വീട്ടിൽ മേലെ റൂമിൽ വെച്ചിട്ട്. പിന്നെ ആലോചിച്ച് എന്തിനാണ് ഒരാളെ ഇരിക്കാൻ ഒരു ഹാഫ് ഡേ ഒക്കെ വേണം. ഈ സെഷൻ തെറാപ്പിയൊക്കെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് NLP എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തെറാപ്പിയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഹാഫ് ഡേ എങ്കിലും അതിന് പോകും. അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നെങ്കിൽ ട്രെയിനിങ്ങിലൂടെ ആവാം അത്. അങ്ങനെ നാട്ടിൽ ആദ്യമായിട്ട് 8 വർഷം മുന്നെയാണ് ഔദ്യോഗികമായിട്ട് പ്രൊഫഷണലായിട്ട് ട്രെയിനിങ് ആരംഭിച്ചത്. അതിന് മുന്നേ NLP ഒരുപാട് സംഘടനകൾക്കും സ്കൂൾ അസോസിയേഷനൊക്കെ ഫ്രീ ആയിട്ട് 10-15 വർഷത്തോളം ഇതിങ്ങനെ പ്രചരിപ്പിക്കൽ എൻ്റെ പരിപാടി. വാട്സപ്പില്ല, എന്താ പറയുക, സോഷ്യൽ മീഡിയയില്ല, പരസ്യങ്ങളില്ല. ഇന്ന് വരെ, ഈ നിമിഷം വരെ ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡ് അടിച്ചിട്ടില്ല. അടിക്കണത്ര ഇനിയും ഇന്ന് വരെ അടിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഇൻ നട്ട്ഷെൽ. തൽക്കാലം ഇത്രയും പോരെ. ഇതിങ്ങനെ മനസ്സിലാക്കുക. ഐ വിൽ ഗിവ് എൻ എക്സാമ്പിൾ. അതായത് ഒരാളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് 2 രീതിയിൽ പഠിക്കാം. ബി വെരി ക്യൂരിയസ് ടു മീ. ക്യൂരിയോസിറ്റിയോട് കേൾക്കുക. ക്യൂരിയോസിറ്റി ഈസ് ദ, നേരത്തെ പറയാം, അതായത് ക്യൂരിയോസിറ്റി എന്നാണ് ഹൃദയത്തിൻ്റെ പ്രത്യേകതയാണ്. ആങ്സൈറ്റിയാണ് തലയുടെ അല്ലെങ്കിൽ മൈൻഡിൻ്റെ പ്രത്യേകത. അല്ലേ, കുട്ടികൾ ഒരു കഥ എത്ര തവണ കേൾക്കും? പറഞ്ഞ തന്നെ കേട്ട് വീണ്ടും കേൾക്കൂലേ? നമുക്കൊരു കഥ എത്ര തവണ കേൾക്കാൻ പറ്റും? ഒരു പ്രാവശ്യം. ബോറടിക്കും. ഹൃദയത്തിൻ്റെ പ്രത്യേകത ആവർത്തനം, അതിനിഷ്ടമാണ്. പോട്ടെ, ഞാൻ എൻ്റെ വിഷയം ഇപ്പോൾ അതല്ല. ഒരാളെ പറ്റി പഠിക്കുമ്പോൾ അയാളുടെ സ്റ്റാറ്റസ് പഠിക്കാം, അയാൾ ആരാണ്. അപ്പോൾ ഒരാളെ പറ്റി പഠിക്കുമ്പോൾ എന്താ പറഞ്ഞത്? 2 രീതിയിൽ പഠിക്കാം. ഒന്ന് അയാളുടെ സ്റ്റാറ്റസ് ആണ്. ഹൂ ഇസ് ഹി എന്ന സ്റ്റാറ്റസ് അദ്ദേഹത്തിൻ്റെ. എന്നാൽ മെൻ്റൽ സ്റ്റേറ്റ് എന്നാണ് പറയുക NLP ഭാഷയിൽ. മെൻ്റൽ സ്റ്റേറ്റ് പഠിക്കാം. എങ്ങനെയാണ് ഈ സ്റ്റാറ്റസിലേക്ക് അയാൾ എത്തിയത് എന്ന്, അയാളുടെ അകത്ത് എന്താ സംഭവം, വാട്ട് ഹാപ്പൻ ഇൻസൈഡ്, എന്താണ് അയാളുടെ അകത്ത് സംഭവിച്ചത്. NLP റിച്ചർഡ് ബാൻഡറും അതുപോലെ തന്നെ ജോൺ ഗ്രിൻഡറും 14 വർഷത്തോളം ചെയ്തത്, ഒരുപാട് സുഹൃത്തുക്കളൊക്കെ വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ചെയ്തത്, ലോകത്ത് ഏറ്റവും കൂടുതൽ ഓരോ രംഗത്തും വിജയിച്ച ആളുകളെ ലിസ്റ്റ് ഉണ്ടാക്കിയത്. വെർജീനിയ സാത്തിർ ഫോർ എക്സാമ്പിൾ, അമേരിക്കക്കാരത്തിയാണ്. നമ്മുടെ എന്താ പറയുക, ഫാമിലി തെറാപ്പിയിൽ ഏറ്റവും കൂടുതൽ വിജയം വരിച്ച ഒരു സ്ത്രീയാണ്. അങ്ങനെ ഓരോരാളെ, ഈവൻ ഗാന്ധിജിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അവർ. എങ്ങനെയാണ് ഗാന്ധിജി ഇങ്ങനെ ആയത്? വാട്ട് ഹാപ്പൻഡ് ഇൻസൈഡ്? ഗാന്ധിജിയുടെ സ്റ്റാറ്റസ് അല്ല പഠിച്ചത്, അദ്ദേഹത്തിൻ്റെ പവർ, അദ്ദേഹം ആരായിരുന്നു, ഇന്ത്യയുടെ അതായിരുന്നു, അതൊന്നല്ല.
അങ്ങനെ ഓരോരാളുടെയും വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള ഓരോ വ്യക്തിത്വങ്ങളെയും അവർ ലിസ്റ്റ് ചെയ്തിട്ട് ഇവർ അങ്ങനെ ആവാൻ ഈ സ്റ്റാറ്റസിൽ അവരെത്തിയല്ലോ. ഓൾറെഡി അവർ ആര് വിത്ത് മീ രഞ്ജിത്ത് സാർ, ഓൾറെഡി അവർ ആ സ്റ്റാറ്റസിലെത്തി. പക്ഷെ ആ സ്റ്റാറ്റസിലെത്താൻ അവിടെ മെന്റലി അകത്ത് എന്താ സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ ഇൻസൈഡ്? വാട്ട് ഇസ് ഇന്നർ സൈക്കോളജി? ദാറ്റ് ഇസ് ടോപ്പിക് ഓഫ് NLP. എന്നിട്ട് അതിനൊരു ഫോർമുല ഉണ്ടാക്കി, മെന്റൽ സ്റ്റേറ്റിന് എന്താക്കി, ഒരു ഫോർമുല ഉണ്ടാക്കിയെടുത്തു. ആ ഫോർമുലയാണ് ആക്ച്വലി NLP എന്നുള്ളത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അകത്തുള്ള മെന്റൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇമോഷൻ, NLPയുടെ 15 തത്വത്തിലുള്ള തത്വത്തിൻ്റെ പേര് തന്നെ ഇമോഷൻ ഹാസ് എ പാറ്റേൺ. അതിനൊരു പാറ്റേൺ ഉണ്ട്. ഇമോഷൻ, നമ്മുടെ വികാരങ്ങൾക്ക് ഒരു പാറ്റേൺ. ആ പാറ്റേൺ പഠിച്ചു, ഒരു ഫോർമുലയൊക്കെ എടുത്തു. ആ പാറ്റേൺ അതേപോലെ നിങ്ങളും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസും കൂടും. ഈ മെന്റൽ സ്റ്റേറ്റിന്റെ ഫോർമുല ഇവിടെ ഉണ്ട്. ഇത് സീക്രട്ട് ഓഫ് ദ സീക്രട്ട് ആണത് NLP കണ്ടെത്തിയ ആ സീക്രട്ട്. അതായത് ഇഫ് യു അപ്ലൈ ഇറ്റ് ദ സെയിം സ്റ്റാറ്റസിലേക്ക് നിങ്ങൾക്ക് എത്താം. അതുകൊണ്ട് തന്നെ ഞാനൊരു NLPയുടെ ആളായതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റാറ്റസിനെ പറ്റി ഞാൻ വല്ലാതെ പറയുന്നില്ല. ഇറ്റ്സ് നോട്ട് ഇൻ ദ സ്റ്റാറ്റസ്. സീക്രട്ട് ഈസ് നോട്ട് ഇൻ ദ സ്റ്റാറ്റസ്. The secret is in the mental state. What happens inside? ഒരാൾക്ക് സീക്രട്ടൊക്കെ വെളിവാക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനി എൻ്റേതായ ലെവലിലേക്ക് നമുക്ക് പോകാം. ക്ലാസ് ഓക്കെ, റെഡി? അല്ല പിന്നെ ഇത് ഒരാളൊന്ന് ചോദിക്കും, ഒരാൾ കുടുംബം ഇങ്ങനെ പോയിട്ട് അവസാനം എവിടെ എത്തൂല, അവൾ പോർഷൻ എവിടെ എത്തൂല, പോർഷൻ തീരൂല. ഓക്കെ, ആർ യു റെഡി? ക്യാൻ ഐ പുഷ് യു? ക്യാൻ ഐ പുൾ യു? ക്യാൻ ഐ കിക്ക് യു? റെഡി? ഷുവർ. മെൻ്റലി ആണ്, ഇങ്ങനെ കിക്കില്ല, മെൻ്റൽ കിക്കൊക്കെ ജിംനാസ്റ്റിക് കിക്കൊക്കെ വരും. ഇടക്കിടക്ക് ടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടക്ക് വരും. ദർ ഇസ് നോ അതർ വേ. കാരണം എന്താ, ഇടിച്ച് താഴത്തേക്ക് ഇറക്കണം. സർഫേസ് ലെവലിൽ ഇവിടുന്ന് ഇറക്കലാണല്ലോ ലക്ഷ്യം. മനുഷ്യൻ്റെ എല്ലാം കിടക്കുന്ന ഇവിടെയാണ്, സത്ത കിടക്കുന്ന ഇവിടെയാണ്. ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു സ്റ്റേജിൽ ഒരാളെ എങ്ങനെ ഇത് സംസാരിക്കില്ല, അതൊക്കെയാണ് എൻ്റെ മെയിൻ പ്രശ്നം. ഈ നിമിഷം ഞാനിപ്പോൾ അതിൽ നിന്നെല്ലാം മുക്തനായി. അത്ര പക്ക, ഞാൻ എന്താ പറയാ, ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ അനുഭവിക്കുന്ന ചെയ്യണം. അത്രയ്ക്ക് ഹാപ്പിയാണ് ഞാൻ. എൻ്റെ പ്രൊഫഷൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. എനിക്ക് പേഷ്യൻസിലേക്ക് വളരെ കൂടുതൽ ആക്റ്റീവായിട്ടും അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല ആക്റ്റീവ്, എപ്പോൾ ഫുൾ ടൈം എനർജറ്റിക് ആയിട്ട്. നമ്മുടെ ഫീൽഡിനാണെങ്കിൽ എപ്പോഴും കുറച്ച് ഹാർഡ് വർക്കിംഗ് ഒക്കെ ഉള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ തന്നെ വർക്ക് ചെയ്യുന്ന ഫുൾ ടൈമും നമുക്ക് ഫുൾ കോൺസെൻട്രേഷനിൽ ഫുൾ ടൈം ഹാപ്പി. ഏത് സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ, എത്ര വേസ്റ്റ് സിറ്റുവേഷൻ നമുക്ക് വളരെ ചിരിച്ച് എനിക്ക് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാം. ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമിലും മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അത് എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും ഒരേ രീതിയിൽ ഫീൽ ചെയ്തതിനോ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ലയെന്നേ പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു എന്താ പറഞ്ഞതെന്നറിയില്ല. എൻ്റെ അടിവയറ്റിൽ എന്തെല്ലാം കയറിങ് വന്നു. അത് പിന്നെ അതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കാനാണ് തോന്നുക. വെറുതെ മസിലും പിടിച്ചിങ്ങനെ നടന്നതിനെ കൊണ്ട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലായി. വളരെ ഒരു വ്യത്യാസം നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റും ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇന്ന് എന്നെ സംബന്ധിച്ച് ഒരു ക്രിസ്മസ് ഡേ ആയിരുന്നു. ഞാൻ അതുപോലും മാറ്റിവെച്ച് ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. നമ്മുടെ ജീവിതത്തിലും പ്രൊഫഷനിലും നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കോഴ്സായിട്ട് ഞാനിതിനെ കാണുന്നു. ഈ 9 തൊട്ട് 6:30 വരെയുള്ള ഒരു മിനിറ്റ് പോലും എനിക്ക് മിസ്സായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ പുളു പറിക്കുകയാണെന്ന്. പുളു അല്ല, സത്യമാണ്. ഇതിനു മുമ്പുള്ള പല ക്ലാസ്സിലും ഇരുന്നുകൊണ്ട് നമ്മൾ ഉറങ്ങി തൂങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ക്ലാസ് ഒരു വാക്ക് പോലും വിടാതെ, അല്ലെങ്കിൽ ഒരു ചലനം പോലും മിസ്സാവാതെ സാർ എത്ര ഇരിക്കുന്നു അതുപോലെ തന്നെ പല കോഴ്സുകളും, അതായത് മോട്ടിവേഷൻ കോഴ്സുകളും അതുപോലെ ഞങ്ങളുടെ ജോബ് ട്രാക്ക് കോഴ്സുകളും, അങ്ങനെ പല കോഴ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് തികച്ചും മറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഞങ്ങളുടെ ഓരോരാളുടെയും ഇവിടെ എക്സ്പീരിയൻസ് മാത്രമാണ്. എന്നിലെ എനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് പൂർണ്ണമായ സന്തോഷം എന്താണെന്ന് അറിയാൻ സാധിച്ചു. എനിക്ക് അപ്പോൾ ഉണ്ടായ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഞാനും ലോകത്തുള്ളവരെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു പൂർണ്ണ ബോധം എന്നിൽ ഉദിച്ചു. 3-day NLP ലൈഫ് മാസ്റ്ററി കോഴ്സ് പങ്കെടുത്ത സമയത്തുള്ള എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് നിറഞ്ഞ് ചിരിച്ചൊരു ദിവസമാണ്. സന്തോഷം എന്തെന്ന് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും അനുഭവിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. NLP എന്ന് പറയുന്നത് നമ്മളെ വ്യക്തി ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണെന്നുള്ളത് നമ്മളെ ഫുള്ള് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മളെ വീണ്ടും പോസിറ്റീവിലോട്ട് എൻ്റർ ചെയ്യാം. നിങ്ങൾക്ക് ശരിക്കും കേരളത്തിൽ ഇങ്ങനെ ഒരു അനുഭവം കിട്ടുന്ന സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായും പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരുന്ന പല നെഗറ്റീവ് ഇൻസിഡൻസ് പഴയ ലൈഫിലുള്ളത്
ഇനി ഭാവിയിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇങ്ങനെയുള്ള ആകുലതകൾ ഇതൊക്കെ മാറ്റിയെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആണ് തുടക്കത്തിലുണ്ടായ മാറ്റം. ഈ NLP കോഴ്സ് ഒരിക്കൽ നിങ്ങൾ മിസ് ചെയ്താൽ ഇറ്റ്സ് ഫോർ അവർ, നിങ്ങൾ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. അതാണ് സത്യം. ഇത് ഇറ്റ്സ് ഫ്രം മൈ ഹാർട്ട് ആൻഡ് ഫോർ യു, ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. കം ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്. സാറ് നമ്മളെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ശക്തി നമ്മളിലേക്ക് വരികയാണ്. വളരെ വളരെ ശക്തമായൊരു ഫീലിംഗ് ആണത്. മുന്നിലിരിക്കുന്ന കുട്ടികൾ കുട്ടികളാന്ന് പോലും അറിയാത്ത രീതിയിൽ ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. കൂടാതെ എൻ്റെ ഈ കന്നഡ ഉണ്ടല്ലോ, അതിലൂടെയുള്ള നോട്ടം കുട്ടികളെ നല്ലോണം പേടിപ്പിച്ചിരുന്നു. ടീച്ചർ ദയവ് ഇത് കന്നഡ മാറ്റി പഠിപ്പിക്കുമെന്നൊരു കുട്ടികളെന്നോട് ചോദിച്ചതാ. പക്ഷേ ഇപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്ക് കുട്ടികളോടൊരു ദേഷ്യമല്ല. കൂടാതെ ഇപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ പാരൻസും കുട്ടികളും ഞാൻ കൂടെ വേണം, അവിടെ വരെ എത്തിയിരിക്കുന്നു. എല്ലാവരെയും ഒരേ രീതിയിൽ കാണാനും ജെൻഡർ വ്യത്യാസമില്ലാതെ, റിലീജിയൻ വ്യത്യാസമില്ലാതെ ആൾക്കാരെ എങ്ങനെ നോക്കിക്കാണാം, ആൾക്കാരിൽ ചിരി എങ്ങനെ പകർത്താം എന്നതിനെ പറ്റിയൊക്കെ, നിങ്ങളുടെ ലൈഫിനെ പറ്റി എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പുറത്ത് കാണുന്ന ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ജീവിതം. ജീവിതം ഉള്ളിൽ തന്നെയാണ്. ഡയമണ്ടാണ് ഉള്ളിൽ കിടക്കുന്നത്. ആ എസെൻസിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അറ്റൻഡ് ചെയ്യുക. ഡോണ്ട് മിസ് ഇറ്റ്. ഇതിനു മുമ്പുള്ള പല കോഴ്സുകളും മോട്ടിവേഷണൽ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു ലെക്ചറിങ് മാത്രമായിരുന്നു. പക്ഷേ നമുക്ക് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്രായോഗിക സാധ്യത ഈ കോഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അറ്റൻഡ് ചെയ്തതിൻ്റെ ഗുണം ഇവർ ട്രെയിൻ ചെയ്യുന്നവർക്കല്ല, നമുക്കാണ്. അത് അറിയണമെങ്കിൽ ഇവിടെ വരണം. വെറുതെ നമ്മളിപ്പോൾ പറയുന്നത് കേട്ടതിനെ കൊണ്ടൊന്നും നിങ്ങൾക്കൊന്നും കിട്ടൂല. ശരിക്കും ഇവിടെ വന്നാൽ മാത്രമേ ആ അനുഭവം അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്താ ഇതെന്ന് അറിയാൻ പറ്റുള്ളൂ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം ഇത്. സൈക്കോതെറാപ്പിയിൽ ഞാനൊക്കെ വിചാരിക്കുന്നത് എൻ്റെ ജോലിഭാരം കൊണ്ടും ഒക്കെ ഉണ്ടായതാണ് എൻ്റെ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ, വേദനകൾ എന്നൊക്കെയാണ്. സൈക്കോതെറാപ്പിയിലൂടെ മനസ്സിലായി ഇതൊക്കെ മനസ്സിൻ്റെ തന്നെയാണ്. അത് മറ്റുള്ളവർ പറയുമ്പോൾ എനിക്കിന്ന് വരെ മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇന്നത് ഫീൽ ചെയ്തു, എനിക്കത് അനുഭവമായി. ഒത്തിരി താങ്ക്സ്. എൻ്റെ പേര് സ്മീന. ഇന്ന് ഞങ്ങൾക്ക് ക്രിസ്മസ് ആണ്. എങ്കിലും മൊയ്നു സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളതുകൊണ്ട് ഞങ്ങൾ വന്നു. കുറേ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, നമ്മളെ സ്നേഹിക്കണം, നമ്മൾ എല്ലാവരോടും ക്ഷമ കാണിക്കണം. ഇതൊക്കെ എല്ലാവരും പറയുന്നത് തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഒരുപാട് മോട്ടിവേഷണൽ ക്ലാസ്സസ് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് എവിടെയും പറയുന്നില്ല. ആ ഒരു തലത്തിലേക്ക് നോക്കുമ്പോഴാണ് മൊയ്നു സാറിൻ്റെ ക്ലാസ്സിൻ്റെ ആ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾക്ക് ശരിക്കും അത് അനുഭവിപ്പിച്ചിട്ടാണ് സാർ ക്ലാസ് എടുക്കുന്നത്. ഒരു പെർഫെക്റ്റ് മാസ്റ്ററിനെ ഞാൻ ഇവിടെ കണ്ടു. യഥാർത്ഥത്തിൽ ഞാൻ ഒത്തിരി ട്രെയിനിങ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത ആളാണ്. ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഒരു റിയൽ മാസ്റ്റർ, ഒരു പെർഫെക്റ്റ് മാസ്റ്റർ. I could experience a master's touch here. മൂന്നാമത്തെ ദിവസം എൻ്റെ പൊന്നോ പറയണ്ട, ഇന്ന് ഇനി വേറെ ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ തകർത്ത് കളഞ്ഞു, ഒന്നും പറയാനില്ല. സാറിൻ്റെ ക്ലാസ്സിൽ പറയുന്ന പോലെ ലവ് എന്ന് പറയുന്ന വാക്ക് സ്നേഹമല്ല, സ്നേഹം ഈസ് ആൻ എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഈ ഫീൽ എന്ന് പറയുന്ന വാക്ക് ഫീലല്ല, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. കം ആൻഡ് ജോയിൻ. അല്ലെങ്കിൽ ജീവിതം, സോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്നറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊരു അവസരമാണ്, സുവർണാവസരമാണ്. മിസ്സാക്കില്ല. നമുക്ക് നമ്മളെപ്പറ്റി അറിയണോ, നിങ്ങൾ ആരാണെന്ന് അറിയണോ, നിങ്ങൾ എന്താണെന്ന് അറിയണോ, എന്തിനു വേണ്ടി ജീവിക്കുന്നു അറിയണോ, വരും. സുവർണാവസരം നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. Moinu is an international certified trainer. Moinu has completed hundreds and hundreds of trainings in various topics from many top international trainers. He has obtained many international certifications. Following are a few names of his trainers: Tony Robbins, USA; Dr. John D. Martini, USA; Brian Tracy, USA; Blair Singer, USA; Mac Attram, UK; Zoltan Hrusko, USA; Marcus D. Maria, Europe; Larry Gilman, USA; Alex Mandosian, USA; Robert Riopel, Canada; Timothy Hewen, Australia; Thaddeus Lawrence, Singapore; Seen Sia, Singapore; Shiv Kera, India, and many more. He has conducted his life-changing trainings in Dubai,
Sharjah, Abu Dhabi, Ajman, Alain, Doha, Qatar, and India. Moinu is a motivational speaker. Moinu is an enthusiastic and passionate motivational speaker. He has an extraordinary and unique power to stir the audience and motivate to achieve the goals intended in the session. He has done several motivational sessions on various topics of life on different stages with top trainers like Shiv Khera, both in Middle East and India. He has completed several intense in-house courses, trainings, and direct coaching in NLP, Neuro-Linguistic Programming, TA Psychology, CBT, REBT, Counseling, Psychotherapy, ESP, Meditation, Yoga, Pranic Healing, Theta Healing, Silva Ultra Mind System, and much more from several experiential masters both from India and abroad. He has 23 years of experience in his field. He is the founder of Success Valley, a private limited company specializing in success, abundance, happiness, and fulfillment in all areas of human life. His training is an experience, not a program. It is transformative, not informative. It is therapeutic, not theoretical. It is engaging and amusing, flavored with outstanding anecdotes, parables, stories, experiences, and jokes. Media. Moinu's programs and interviews have been telecasted by many TV channels of Kerala, India, and Middle East. He has been invited as a chief guest in Sharjah International TV, a Sharjah government channel. Many newspapers like Malayalam Manorama, Madhrubhumi have reported his services to the humanity.